നമസ്കാരം. ഞാനിപ്പോൾ വളരെ പ്രശാന്തമായൊരു സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. പുൽപ്പള്ളിയിലുള്ള സീതാദേവി ലവകുശ ക്ഷേത്രം. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, സീതാദേവി രാമക്ഷേത്രം കണ്ടില്ലേ, പൊൻകുഴി, വയനാട് പൊൻകുഴിയുള്ള. ഇത് വയനാട് പുൽപ്പള്ളിയിലാണുള്ളത്. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ച കണ്ടാലോ. നല്ല സീനിക് ഡ്രൈവ് അല്ലേ, വളരെ മനോഹരമായ രണ്ട് സൈഡും ഇടതൂർന്ന വനവും നല്ല അടിപൊളി റോഡും. പുൽപ്പള്ളി റോഡ്, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്കുള്ള ഹൈവേ ആണിത്. പുലിയൊക്കെ ഇറങ്ങുന്ന റോഡാട്ടത്. പല പ്രാവശ്യം ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ട് പുൽപ്പള്ളി റോഡിൽ എന്നൊക്കെ. വഴി നിറച്ച് എലഫന്റ് ക്രോസിങ് ബോർഡ് എഴുതിയിട്ടുണ്ട്. മുളങ്കാടുകൾ, വേറൊരു കാഴ്ചയല്ലേ നമ്മളെ ബന്ദിപ്പൂര് പോണ വഴിക്കുള്ള അല്ലേ, കുറച്ചും ഡിഫറെൻ്റ് ആയ കാട്. ഈ റോഡ് നമ്മൾ ആദ്യമായിട്ടാണ്. ബന്ദിപ്പൂര് മുത്തങ്ങ അത് നമ്മൾ സ്ഥിരം റൂട്ടാണ് ബാംഗ്ലൂരിൽ പോകുമ്പോൾ. എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് സ്ലോലി. ഈ റൈറ്റ് എടുക്കണം നമുക്ക്. ലവകുശന്മാരെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. ചേടാറ്റിയമ്മയുടെ വിഗ്രഹം ശിരഫിലേന്തിയിരുന്ന ആനയാണ്. ശങ്കരൻകുട്ടി എന്ന ആനയുടെ പേര്. 2012 ഒക്ടോബർ 15 ഇവിടെ വെച്ച്, ഈ സ്ഥലത്ത് വെച്ച് സമാധിയായി എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏക ലവകുശന്മാരെ ആരാധിക്കുന്ന ടെമ്പിളാണ്. ഇവിടെ ലവകുശന്മാർ മുരിക്കന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ സീതാദേവി ചേടാറ്റിലമ്മ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വിശാലമായ ക്ഷേത്രമാണ്. അതേപോലെ സീതാദേവി ക്ഷേത്രം പൊൻകുഴിയും ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ഇതാണ് ചേടാറ്റിലമ്മയുടെ അമ്പലം. അല്ലെങ്കിൽ ഇത് മുരിക്കന്മാർ, അതായത് ലവകുശന്മാരുടെ അമ്പലമാണ്. ഇതാണ് ലവകുശന്മാരുടെ അമ്പലം. മുരിക്കന്മാരെന്നാണ് ഇവിടെ ലവകുശന്മാർ അറിയപ്പെടുന്നത്. ശ്രീരാമൻ സീതാദേവിയെ ഉപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണൻ സീതാദേവിനെ പുൽപ്പള്ളിയിലുള്ള വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കി എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ വാൽമീകി ആശ്രമം ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. അവിടെ അമ്പലമായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സ്ഥലത്താണ് ലവകുശന്മാർ ജനിച്ച് വളർന്നതും കളിച്ചതൊക്കെ. പിന്നീട് ശ്രീരാമൻ അശ്വമേധയാഗത്തിന് വേണ്ടിയിട്ട് കുതിരേനെ അയച്ചപ്പോൾ ലവകുശന്മാർ കുതിരേനെ ഇവിടെ വെച്ച് തടഞ്ഞു. അപ്പോൾ അങ്ങനെ സീതാദേവിയെ കാണാൻ വേണ്ടിയിട്ട്
ശ്രീരാമൻ വന്നു ചേർന്നു ഇവിടെ. എന്നിട്ട് ശ്രീരാമനെ കണ്ടപ്പോൾ ശ്രീരാമൻ ക്ഷണിച്ചു തിരിച്ച് അയോധ്യയ്ക്ക് ചെല്ലാൻ. പക്ഷേ സീതാദേവി വിസമ്മതിച്ചിട്ട് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു. അന്തർധാനം ചെയ്ത സമയത്ത് സീതാദേവിനെ മുടിയിൽ പിടിച്ചപ്പോൾ ജടയില്ലാത്ത അമ്മ എന്നുള്ള പേരാണ് ചേടാറ്റിലമ്മ എന്നുള്ള പേര് വന്നത്. ചേടാറ്റിലമ്മ ക്ഷേത്രം ഒരു കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു അമ്പലമുണ്ട്, അതാണ് മൂലസ്ഥാനം. അവിടെയും കൂടി പോയാൽ ഇവിടുത്തെ ദർശനം പൂർത്തിയാവുള്ളൂ. ഇപ്പോൾ സമയം 12 മണി 12:30 കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നട അടച്ചിട്ടുണ്ട്. ലക്ഷ്മണൻ കൊണ്ടാക്കിയ ആ വാൽമീകി ആശ്രമവും ഒക്കെ ഇവിടുന്ന് ഒരു ഷെഡ് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. അവിടെ ഇപ്പോൾ ആ വാൽമീകിയും സീതാദേവിയൊക്കെ ഇരുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സീതാദേവി അന്തർധാനം ചെയ്ത സ്ഥലമാണ് ചേടാറ്റിലമ്മ കാവ്. അവിടെയും കൂടി പോയാണ് ദർശനം പൂർത്തിയാവുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നട അടച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇനി 5:30 തുറക്കുള്ളൂ. ഈ ക്ഷേത്രം പുൽപ്പള്ളി ടൗണിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. ഇവിടുത്തെ ദിവസപൂജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ വഴിപാടുകൾ. ചേടാറ്റിലമ്മ ഭഗവതി ക്ഷേത്രം, അതായത് മറ്റേ അന്തർധാനം ചെയ്ത സ്ഥലം, ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ സമയമാണ്. അപ്പോൾ അത് കുറച്ചും കൂടി വിപുലമായിട്ട് നല്ല രീതിയിൽ അമ്പലമാക്കി ഉള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്. ആശാരിപ്പണിയൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ നമ്പൂരി പറഞ്ഞത്. അപ്പോൾ വയനാട്ടിൽ വരുന്ന ആൾക്കാർ സീതാദേവി ക്ഷേത്രത്തിൽ കാണുന്നത് വളരെ നല്ലതാണ്. വളരെ സങ്കടം അനുഭവിച്ച സ്റ്റേജിലായിരുന്നു സീതാദേവി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഭക്തരുടെ സങ്കടങ്ങളൊക്കെ അതിനൊക്കെ ഉപായങ്ങൾ കണ്ടെത്തുന്നതാണ് വിശ്വാസം. പൊൻകുഴിയിലുള്ള സീതാദേവി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് സീതാദേവിനെ ഉപേക്ഷിച്ചത്, അതായത് ശ്രീരാമനെ ഉപേക്ഷിച്ചത്. അത് കഴിഞ്ഞ് ലക്ഷ്മണൻ ഇവിടെ വാൽമീകിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഇവിടെയാണ്, ഈ സ്ഥലത്താണ് ലവകുശന്മാരൊക്കെ കളിച്ച് വളർന്ന സ്ഥലം. വലിയ ആൽമരങ്ങളുണ്ട്. അവിടെ ഒന്നുണ്ട്, ഇതാ ഇവിടെ നല്ല തളിരിലുള്ള ആൽമരമുണ്ട്. അവിടെ മറ്റേ കുറച്ചും കൂടി ഗ്രീനിഷ്, നല്ല ശുദ്ധവായു കിട്ടുന്നൊരു സ്ഥലമാണിത്. പോരാത്തതിന് ഇവിടുത്തെ മനുഷ്യന്മാരും നല്ല മനുഷ്യന്മാരാണ്. എല്ലാവരും വിളിച്ച പായസം കുടിച്ചോ, പായസമൊക്കെ ഞങ്ങൾ കുടിപ്പിച്ചു. കുഞ്ഞൊക്കെ പായസം കുടിച്ചു, സന്തോഷമായി. അപ്പോൾ കാഴ്ചകൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വഴിക്ക് വരുമ്പോൾ ഈ പുൽപ്പള്ളിയിൽ ഇവിടെ വന്നൊന്ന് ദർശിക്കാൻ മനസ്സുള്ളവർക്ക് ദർശിക്കാം. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.